ഹലോ ഈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് സെൽഫായിട്ടും റെഫർ ചെയ്തിട്ടും ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന പുതിയൊരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത്. അപ്പം ആപ്ലിക്കേഷൻ്റെ പേര് റിവാർഡ് എക്സ്പ്രസ് എന്നാണ്. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ വിഡ്രോൽ പേജ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇതിൽ വിഡ്രോൽ മെത്തേഡ്സ് നോക്കി കാണാം. UPI വിഡ്രോൽ ഉണ്ട്, അതുപോലെ തന്നെ ആമസോൺ ഗിഫ്റ്റ് കാർഡ് എടുക്കുക, ഗൂഗിൾ പ്ലേ ഗിഫ്റ്റ് കാർഡ് കൊടുക്കാനായിട്ട് പറ്റും. മിനിമം വിഡ്രോൽ വെറും 10 രൂപ മാത്രമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ഇൻസ്റ്റൻറ്റ് വിഡ്രോയിലാണ്. നിങ്ങൾക്ക് പറ്റിയ കോയിൻസ് കാണാൻ പറ്റും. 1072 കോയിൻസ് ഉണ്ട്. ഞാനിതിൽ 2-3 ടാസ്ക് കംപ്ലീറ്റ് ചെയ്തപ്പോഴും എനിക്ക് കിട്ടിയതാണ് ഈ ഒരു കോയിൻസ്. ഓക്കെ, അപ്പോൾ അടിപൊളി ആപ്ലിക്കേഷനാണ്. ഇൻസ്റ്റൻറ്റ് വിഡ്രോലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും പറഞ്ഞുതരാം. നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് പറ്റും നമ്മൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യേണ്ട, നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ലോഗിൻ ചെയ്യാനുള്ള ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ റഫറൽ കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലൈ ആയിട്ടുണ്ടാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ താഴെയായിട്ട് കോഡ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കോഡ് നിങ്ങൾ മസ്റ്റായിട്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു 200 കോയിൻസ് നിങ്ങൾക്ക് സെയിൻ ബോണസ് ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷന് കിട്ടും. അതിനുശേഷം താഴെയായിട്ട് അവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എഗ്രി ചെയ്യുക. അതിനുശേഷം സൈൻ വിത്ത് ഗൂഗിൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ട് വെച്ചൊന്ന് സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അതിനുശേഷം ആപ്ലിക്കേഷൻ ഹോം പേജിലോട്ട് നിങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ, സോ ഈ കാണുന്നതാണ് ആപ്ലിക്കേഷൻ ഹോം പേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ലൈനിങ് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കപ്പോൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ വരുന്ന റെഫറൻറ്റാണ്. അപ്പം മുകളിലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് നോക്കാം. പിന്നെ താഴെ ഗിവ് അവേ എന്നുണ്ട്. അപ്പോൾ ഗിവ് അവേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ആഡ് വരും കേട്ടോ. അപ്പോൾ ആഡ്സ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം ആഡ്സ് ഉണ്ട്. അതായത് നിങ്ങൾ ഓരോ ഓപ്ഷൻസ് ഇങ്ങനെ മാറി മാറി എടുക്കുമ്പോൾ ആഡ്സ് വരുന്നുണ്ട്. അപ്പം അത് കുറച്ച് അനോയിങ് ആണ്, പക്ഷെ നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഗിവ് അവേ കോഡ് എൻ്റർ ചെയ്യാനായിട്ട് പറയും. അപ്പോൾ ഗിവ് അവേ കോഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ താഴെയായിട്ട് കുറച്ച് കോഡ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഡ് ഇപ്പോൾ താഴെയുള്ള കോഡ് നമുക്ക് എന്താണ് നമുക്ക് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ പ്ലേ ഗെയിംസ് ആൻഡ് റെഡീം കോഡ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഗെയിം പ്ലേ ചെയ്തിട്ട് റെഡീം ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മൾ രണ്ടെണ്ണം അങ്ങനത്തെ പോലെ തന്നെയാണുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഗിവ് അവേ കോഡ്സ് കിട്ടാനായിട്ട് ടെലിഗ്രാമിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ ഗിവ് അവേ കോഡ്സ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കൊണ്ടൊന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് ഗിവ് അവേ കോഡ് വർക്ക് ആവുന്നത്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ബാക്ക് പോകാം. ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം. അപ്പോൾ അടുത്ത വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫർ വാൾസ് ആണ് ഇനി വരുന്നത്. അപ്പോൾ ഓഫർ വാൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഓഫർ വാൾ എവർ ഫ്ലോ എന്ന് പറയുന്നതിൻ്റെ ഒരു ഓഫർ വാളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതായത് കുറച്ച് ഓഫേഴ്സ് കാണാം. ആ ഒരു എക്സ്റ്റേണൽ സൈറ്റിലോട്ട് പോകും. അവിടെ നമുക്ക് ഓഫേഴ്സ് കാണാൻ പറ്റും, അത് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ കുറച്ച് ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓഫേഴ്സ് നമ്മൾ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക, കോയിൻസ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് വായിച്ച് നോക്കാം. അപ്പോൾ ഞാൻ ഏൺ ചെയ്തത് വേറൊരു ഓഫർ വാളിൽ നിന്നാണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അത് ജസ്റ്റ് ബാക്ക് പോവാണേ. അടുത്തതായിട്ട് ആ ഒരു ഓഫർ വാൾ അങ്ങനെയാണ് വരുന്നത്. പിന്നെ അടുത്തായിട്ട് പ്ലേ ടൈം ആഡ്സ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്ലേ ടൈം ആഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതായിട്ട് ഒരു മിനിറ്റ് ലോഡ് ആവുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഓഫേഴ്സ് തന്നെയാണ് നമുക്ക് വരുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് ഓഫേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്ലേ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ പ്ലേ ടൈം എന്ന് പറഞ്ഞ സെക്ഷനും ഉണ്ട്, അതുപോലെ തന്നെ ഓഫേഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ സെക്ഷനും ഉണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കോയിൻസ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് സംഭവം. പിന്നെ അടുത്തായിട്ട് ഡെയിലി ലോഗിൻ വരുന്നുണ്ട്. അപ്പോൾ ഡെയിലി ലോഗിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ചെക്ക് ഇൻ ചെയ്യുമ്പോൾ 5 കോയിൻസ് 10 കോയിൻസ് നമുക്കിന് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയാണ് സംഭവം വരുന്നത്. അപ്പോൾ ഡെയിലി കയറുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ഇൻ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് സംഭവം വരുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടെന്ന് എനിക്കറിയാം, അതായത് ഒരു കരകര സൗണ്ട് ഉണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ, അത് മൈക്കിൻ്റെ ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ എന്തായാലും അത് ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ മാറ്റാൻ ശ്രമിക്കുകയായിരിക്കും. ഒന്നില്ലെങ്കിൽ വേറൊരു പുതിയൊരു മൈക്ക് നമ്മൾ എന്തായാലും വാങ്ങിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതോടുകൂടി ആ ഒരു പ്രശ്നം തീരെ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ക്ഷമിക്കുക. ഓക്കെ, പരമാവധി ഞാനത് കുറക്കാൻ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ഓഫർ എന്ന് പറയുന്നത് അതായത് പബ്സ്കെയിൽ ഓഫർ വാൾ. അപ്പോൾ ഈ ഒരു ഓഫർ വാൾ എല്ലാ ആപ്ലിക്കേഷനിലും, അതായത് മിക്ക ആപ്ലിക്കേഷനിലും നിങ്ങൾ ഈ ഒരു ഓഫർ വാൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നിന്നാണ് ഞാൻ ഇത്രയും കോയിൻസ് ഏൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതായത് ഇവിടെ കറക്റ്റായിട്ട് ഓഫേഴ്സ് കാര്യമെല്ലാം ട്രാക്ക് ആവുകയും ചെയ്യും. കറക്റ്റ് നിങ്ങൾക്ക് കോയിൻസ് ആഡായി കിട്ടും. ഓക്കെ, അതിനായിട്ട് നിങ്ങൾ പെർമിഷൻ കാര്യങ്ങളുണ്ടാകും, അത് ജസ്റ്റ് അലോ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്പണായി വരുന്നുണ്ട്. അപ്പോൾ കാണാൻ പറ്റും ഇവിടെ നമുക്ക് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് സിമ്പിളായിട്ട് ഈ പറയുന്ന കോയിൻസ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ താഴെയായിട്ട് ഇപ്പോൾ ഓൺ ഗോയിങ് ഓഫേഴ്സ് കൊണ്ട് കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ കാണാൻ പറ്റും ഇപ്പം ഞാൻ ടോട്ടൽ ഏൺ ചെയ്ത് 872 കോയിൻസ് അതിൽ നിന്ന് ഏൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് 3 ഓഫേഴ്സാണ് ഞാൻ ഇതിൽ കംപ്ലീറ്റ് ചെയ്തത്. ബാക്കിയുള്ള ഞാൻ ഇപ്പോൾ ഓൺ ഗോയിങ് ആണ്, അതായത് കംപ്ലീറ്ററിൽ വന്ന് കാണാൻ പറ്റും. 3 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓൺ ഗോയിങ് എന്ന് പറയുമ്പോൾ ഞാനത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അറിയാണ്ട് ക്ലിക്ക് ചെയ്ത് പോയപ്പോൾ അത് ബാക്ക് അടിച്ചതാണ്. ഓക്കെ, അപ്പോൾ അതവിടെ ഓൺ ഗോയിങ്ങിൽ കിടക്കുന്നതാണ്. ഞാനത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കിയത് 3 കറക്റ്റായിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പറയുന്ന പോലെ, അതായത് ഇപ്പം ഈ ഒരു ഫോട്ടോ എഡിറ്റർ ആപ്പായിരുന്നു ഈ കാണുന്ന പിക്സ്മാർട്ട് എന്ന് പറയുന്ന ഒരു ഫോട്ടോ എഡിറ്റർ ആപ്പായിരുന്നു. അപ്പോൾ അതിൽ കയറിയിട്ട് എന്നോടൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ കറക്റ്റ് ആ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്തപ്പോൾ കറക്റ്റ് എനിക്ക് ആ ഒരു ഓഫർ കംപ്ലീറ്റ് ആയി കിട്ടി. ഓക്കെ,
ജസ്റ്റ് ഡൗൺലോഡ് ചെയ്താൽ മാത്രം പോരാ, അവിടെ പറയുന്ന പോലെ നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് നോക്കി ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ടെക്സ്റ്റ് ഇൻ വിഷൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ എമൗണ്ട് കിട്ടാനായിട്ട് ഒരു കുറച്ച് സമയം എടുത്തു, 1 മണിക്കൂർ മുകളിൽ എടുത്തു ആ ഒരു ഓഫർ ക്രെഡിറ്റ് ആയിട്ട്. അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം, എന്നാലേ ആ ഒരു എമൗണ്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു സ്റ്റെംബിലോ എന്നുള്ള ഈ ഒരു ഓഫർ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഓഫേഴ്സ് വരുന്ന, ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്, ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യുക, കോയിൻസ് ഏൺ ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം. പിന്നെ താഴെയായിട്ട് വരുന്ന ഇമേജ് പസിൽ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇമേജ് പസിൽ എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. അപ്പോൾ ഈ ഒരു ഗെയിം നിങ്ങൾക്ക് കളിക്കാം. അപ്പോൾ 1 മിനിറ്റിനുള്ളിൽ നമ്മൾ ഈ ഒരു ഇമേജ് പസിൽ നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ വെച്ച് കൊടുക്കുക, എന്നാലും നമുക്ക് കോയിൻസ് കിട്ടും. ഓക്കെ, അതാണ് സംഭവം വരുന്നത്. വായിച്ച് നോക്കി നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ മതി. പിന്നെ വരുന്നത് സ്പിൻ ആൻഡ് വിന്നാണ്. അതും സ്പിൻ വീൽ വരും. ഓക്കെ, ഡെയിലി 12 സ്പിൻ ഉണ്ട്, ജസ്റ്റ് സ്പിൻ ചെയ്യുക. പിന്നെ അവർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റാൻഡായിട്ട് കുറച്ച് കോയിൻസ് കിട്ടും. അപ്പോൾ കുറച്ച് കോയിൻസ് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് കോയിൻസ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ ഓരോന്ന് കഴിയുമ്പോൾ ആഡ്സ് വാച്ച് ചെയ്യണം, അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ പരമാവധി ഓഫേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കാണാൻ പറ്റും ആ ഒരു പോയിൻറ്റ്സ് നമുക്ക് ക്ലെയിം ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം സെൽഫ് ഏണിംഗ് ഓപ്ഷൻസ് ആണ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇതൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കോയിൻസ് ഏൺ ചെയ്യാം. അപ്പോൾ മിനിമം നിങ്ങൾ ഒരു റെഡിമെയിലും എടുക്കുക, അതായത് കുറച്ച് ഓഫേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു ഇമേജ് പസറും ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് ഒരു 1150 കോയിൻസാണ് മിനിമം വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ അത്രയും ആക്കുക, വിഡ്രോ ചെയ്യുക. ഓക്കെ, ആഡ്സ് ഉണ്ട്, അത്യാവശ്യം ആഡ്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തായിട്ട് റഫറിങ് ഉണ്ട്. അപ്പോൾ റഫറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ റഫറൽ കോഡ് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കോഡ് ഉപയോഗിച്ചാണ് നിങ്ങൾ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യേണ്ടത്. അപ്പോൾ പെർ റഫർ എത്രയാണെന്നുള്ള കറക്റ്റ് ഇവിടെ കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഓക്കെ 100 കോയിൻസാണ് നമുക്ക് പെർ റഫറിൽ വരുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റഫർ ചെയ്യുന്ന ജസ്റ്റ് ജോയിൻ ചെയ്താൽ മതി. നിങ്ങൾ റഫർ ചെയ്യുന്ന ഫ്രണ്ട് ആ ഒരു കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ 100 പോയിൻറ്റ്സ് വെച്ച് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ കണ്ടിന്യൂ ഏണിംഗ് റിവാർഡ്സ് ബൈ റഫറിംഗ് ഫ്രണ്ട്സ്. ഓക്കെ, ഓക്കെ, റഫർ ചെയ്യുന്ന ഫ്രണ്ടിനും ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രേ ഉള്ളൂ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ റഫർ 100 കോയിൻസ് വെച്ച് ഏൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് റഫർ ചെയ്യേണ്ടവർക്ക് റഫർ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ആപ്ലിക്കേഷൻ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് വിഡ്രോയിൽ സെക്ഷൻ നോക്കാം. വിഡ്രോ ചെയ്യാനായിട്ട് ഒരു വിഡ്രോയിലോട്ട് വരാം. അപ്പോൾ നമുക്കിവിടെ UPI ഉണ്ട്, ഗൂഗിൾ പേ ഗിഫ്റ്റഡ്, ആമസോൺ ഗിഫ്റ്റ് ആറുണ്ട്. ഞാൻ UPI മാത്രം ഇപ്പോൾ പറഞ്ഞു തരുന്നുള്ളൂ. ഓക്കെ, ബാക്കിയുള്ള നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാവരും UPIയിലോട്ടാണല്ലോ വിഡ്രോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് UPIയിലോട്ടാണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക, UPIയുടെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണ്ടില്ല, നമുക്ക് മിനിമം വിഡ്രോയിൽ 1150 കോയിൻസാണ് ഉള്ളത്. അപ്പം എൻ്റെ ഇപ്പോൾ 1082 കോയിൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ എനിക്കൊരു കുറച്ച് കോയിൻസ് കൂടി മതി, ഒരു 70 കോയിൻസൊക്കെ മതി. അപ്പോൾ എനിക്ക് വിഡ്രോ ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഞാൻ വിഡ്രോ ചെയ്തിട്ട് ഞാൻ എന്തായാലും പ്രൂഫ് ഞാൻ എന്തായാലും ടെലിഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്തായിരിക്കും. നമ്മൾ വീഡിയോ ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷനും പേയ്മെൻറ്റ് പ്രൂഫ് കാര്യങ്ങൾ നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്ന ഉടനെ തന്നെ നമ്മൾ അതിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതായത് ഓരോ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് പ്രൂഫും കാര്യങ്ങളെല്ലാം ട്രാൻസാക്ഷൻ ഹിസ്റ്ററി പ്രൂഫ് എല്ലാം നമ്മൾ അവിടെ ഇടാറുണ്ട്. അപ്പോൾ ടെലിഗ്രാം ചാനൽ മസ്റ്റായിട്ടും ജോയിൻ ചെയ്യാൻ ലിങ്ക് താഴെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ 10 രൂപയാണ് മിനിമം വിഡ്രോയിൽ വരുന്നത്. 1150 കോയിൻസിൽ 10 രൂപ വിഡ്രോ ചെയ്യാം. പിന്നെ 2250 കോയിൻസിൽ 20 രൂപ അങ്ങനെ നിങ്ങൾക്ക് ബാക്കിയുള്ള കാണാൻ പറ്റും. ഇൻസ്റ്റൻറ്റ് വിഡ്രോയിലാണ് ഇപ്പോൾ കറൻറ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയാനുള്ളത്. നല്ലൊരു ആപ്ലിക്കേഷനാണ്, എല്ലാവരും യൂസ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറെ ഒന്നുമില്ല, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.